മൈ ഡിയറസ്റ്റ് ഏഞ്ചൽസ്, ആനി 1980-കളിൽ അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ ഏറെ അംഗീകാരം പിടിച്ചു പറ്റിയ ഒരു നൃത്ത സംഗീത നാടകം. തോമസ് മീഹൻ എന്ന എഴുത്തുകാരൻ്റെ ഭാവന ജന്മം നൽകിയ ആനിക്ക് വേണ്ടി മാർട്ടിൻ ഷാർനിൻ ഗാനങ്ങൾ രചിച്ചു. ചാൾസ് സ്ട്രോസ് എന്ന പ്രതിഭാശാലി സംഗീതം നൽകി. പിന്നീട് അതിൻ്റെ സിനിമ ആവിഷ്കാരം ഉണ്ടായി. സിനിമയിൽ ആനി എന്ന അനാഥ ബാലികയുടെ റോളിൽ പ്രത്യക്ഷപ്പെടുന്നത് 10 വയസ്സുകാരി ഐലിൻ ക്വിൻ ആണ്. 1930-കളിലെ ന്യൂയോർക്ക് നഗരമാണ് കഥയുടെ പശ്ചാത്തലം. ആ കാലഘട്ടത്തിൽ അമേരിക്കയിലുണ്ടായ സാമ്പത്തിക തകർച്ചയും അതിനെ തുടർന്നുണ്ടായ മറ്റ് കഷ്ടപ്പാടുകളുമൊക്കെയാണ് ആനി എന്ന കൊച്ചു ബാലികയെ ന്യൂയോർക്ക് നഗരത്തിലെ അനാഥാലയത്തിലെത്തിച്ചത്. അനാഥാലയത്തിലെത്തിയ ആനി അവിടം കൊണ്ട് തൻ്റെ ജീവിതം ഒതുക്കി നിർത്താൻ ആഗ്രഹിച്ചില്ല. എങ്ങനെയെങ്കിലും അനാഥാലയത്തിൽ നിന്ന് പുറത്തു കിടന്ന് തൻ്റെ ജീവിതം കൂടുതൽ സന്തോഷപൂർണ്ണമാക്കാൻ അവൾ ആഗ്രഹിച്ചു. പക്ഷെ അനാഥാലയത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവളുടെ ശ്രമങ്ങളൊന്നും വിജയിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വാർബുക്സ് എന്ന കോടീശ്വരൻ്റെ വീട്ടിൽ താമസിക്കാനുള്ള അസുലഭ ഭാഗ്യം ആനിക്ക് ലഭിച്ചത്. ഒരാഴ്ചത്തേക്ക് മാത്രം കൂടെ താമസിക്കാനുള്ള ഭാഗ്യം. ആനിയുടെ പ്രസരിപ്പും ആടാനും പാടാനുമൊക്കെയുള്ള അവളുടെ കഴിവുകളും ഒക്കെ വാർബുക്സിൻ്റെ ഹൃദയം കവർന്നു. അവളെ കൂടെ താമസിപ്പിക്കാൻ വാർബുക്സ് തീരുമാനിച്ചു. പിശുക്കനായിരുന്നെങ്കിലും ആനിയുടെ സ്വാധീനം കാരണം വാർബുക്സിൽ വലിയ മാറ്റങ്ങളുണ്ടായി. പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി പ്രസിഡന്റ് റൂസ്വെൽറ്റ് ആവിഷ്കരിച്ച ന്യൂസീൽ പദ്ധതികൾക്ക് ആനിയുടെ പ്രോത്സാഹനം കാരണം വാർബുക്സ് ഉറച്ച പിന്തുണ നൽകി. അങ്ങനെ എല്ലാ കാര്യങ്ങളും ആനിയുടെ ആഗ്രഹമനുസരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ആനിയെ ദത്തെടുക്കാൻ വാർബുക്സ് തീരുമാനിച്ചത്. അദ്ദേഹത്തോട് അവൾക്ക് അതീവ സ്നേഹവും നന്ദിയും ഉണ്ടായിരുന്നെങ്കിലും തൻ്റെ യഥാർത്ഥ മാതാപിതാക്കളെ കണ്ടുപിടിച്ച് അവരോടൊപ്പം ജീവിക്കണമെന്നതായിരുന്നു അവളുടെ ഉള്ളിലെ മോഹം. അതവൾ വാർബുക്സിനോട് പറയുകയും ചെയ്തു. ആനിയെ നഷ്ടപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് വാർബുക്സിന് ചിന്തിക്കാൻ പോലും സാധ്യമല്ലായിരുന്നു. എങ്കിലും ആനിയുടെ ആഗ്രഹമറിഞ്ഞ വാർബുക്സ് അവളുടെ മാതാപിതാക്കളെ കണ്ടുപിടിക്കാനായി പോലീസിൻ്റെ സഹായം തേടി. ടെലിവിഷനിലൊക്കെ പരസ്യവും നൽകി. ആനി എന്ന ബാലികയെക്കുറിച്ചുള്ള പബ്ലിസിറ്റി കാരണം 100 കണക്കിന് ദമ്പതിമാർ തങ്ങളാണ് അവളുടെ മാതാപിതാക്കളെന്ന് അവകാശപ്പെട്ട് മുന്നോട്ട് വന്നു. അവരുടെയൊക്കെ കള്ളത്തരം കണ്ടുപിടിക്കാനായെങ്കിലും അനാഥ മന്ദിരത്തിൻ്റെ നടത്തിപ്പുകാരിയുടെ സഹോദരനും ഭാര്യയും ആനി തങ്ങളുടെ കുട്ടിയാണെന്ന് സ്ഥാപിക്കുന്നതിൽ വിജയിച്ചു. വാർബുക്സിൽ നിന്നും സമ്മാനത്തുക പിടിച്ചുപറ്റുകയായിരുന്നു തട്ടിപ്പുകാരായ അവരുടെ ലക്ഷ്യം. ആനിക്ക് പോകേണ്ട സമയമായി. അവൾ മുറിയിൽ ചെന്ന് വസ്ത്രങ്ങളെല്ലാം എടുക്കുമ്പോൾ വാർബുക്സിൻ്റെ സെക്രട്ടറിയോട് പറഞ്ഞു, ഞാൻ ഈ നല്ല ഉടുപ്പുകളൊന്നും കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഇവയെല്ലാം നമുക്ക് അനാഥ മന്ദിരത്തിലെ എൻ്റെ കൂട്ടുകാർക്ക് കൊടുക്കാം. അവരിൽ പലർക്കും ഇവ നല്ല ചേർച്ചയായിരിക്കും. പാവപ്പെട്ടവരെന്ന് തോന്നിയ ആ ദമ്പതികളുടെ കൂടെ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അവരുടെ കപടതന്ത്രം ആനിക്ക് മനസ്സിലായി. അവരുടെ പിടിയിൽ നിന്നും ബുദ്ധിപൂർവം രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സാഹസിക രംഗങ്ങളോടെയാണ് കഥ അവസാനിക്കുന്നത്. നമ്മളുടെ മനസ്സിൽ നിന്നും മായാതെ പോകുന്ന ഒരു കഥാപാത്രമാണ് ആനി. മനുഷ്യരുടെ ദുഃഖം പോലെ മൃഗങ്ങളുടെ ദുഃഖവും കണ്ട ആനി. ഒരിക്കൽ കുറേ കുട്ടികൾ ഒരു നായ്ക്കുട്ടിയെ വാലിൽ വള്ളികെട്ട് വലിച്ച് പീഡിപ്പിച്ചപ്പോൾ ആനി ഓടിയെത്തി അതിനെ രക്ഷപ്പെടുത്തുകയുണ്ടായി. അനാഥയായിരുന്നു ആനി. അതുകൊണ്ട് തന്നെ അവളുടെ ജീവിതത്തിൽ ഒട്ടേറെ ദുഃഖങ്ങളുണ്ടായിരുന്നു. എങ്കിലും അവൾ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നത് മറ്റുള്ളവരുടെ ദുഃഖവും വേദനയും അകറ്റുന്നതിലാണ്. തന്മൂലമാണ് അവൾ പ്രേക്ഷകരുടെ കണ്ണിലുണ്ണിയായി മാറുന്നത്. മൈ ഡിയറസ്റ്റ് ഏഞ്ചൽസ്, നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാവുമ്പോൾ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നമ്മുടെ ദുഃഖത്തിൽ മാത്രമാണ്. അതോ നമ്മുടെ ദുഃഖങ്ങളോടൊപ്പം മറ്റുള്ളവരുടെ ദുഃഖങ്ങളും കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ദുഃഖങ്ങളും പ്രതിസന്ധികളുമൊക്കെ പരിഹരിക്കാൻ ശ്രമിക്കുക തന്നെ വേണം. എന്നാൽ അതിനുവേണ്ടിയുള്ള പോരാട്ടത്തിനിടയിൽ
മറ്റുള്ളവരുടെ ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും നാം കാണാതെ പോകരുത്. ഒരുപക്ഷെ സ്വന്തം ദുഃഖം മറന്നും മറ്റുള്ളവരെ സഹായിക്കുന്ന ആനിയെപ്പോലെ മറ്റുള്ളവരുടെ ദുഃഖം കാണാൻ എപ്പോഴും നമുക്ക് സാധിച്ചെന്ന് വരില്ല. എങ്കിലും നമ്മുടെ ജീവിത ദുഃഖങ്ങൾ മറ്റുള്ളവരുടെ ദുഃഖ ദുരിതങ്ങൾ കാണുന്നതിനും അവരെ സഹായിക്കുന്നതിനും തടസ്സമായി നിൽക്കാൻ നാം അനുവദിക്കരുത്. നമ്മുടെ ജീവിത ദുഃഖങ്ങൾ മറ്റുള്ളവരുടെ ദുഃഖ ദുരിതങ്ങൾ കാണുന്നതിന് നമ്മെ സഹായിക്കട്ടെ. അതുപോലെ ദുഃഖത്തിൻ്റെ തീവ്രതയേറി വരുന്ന ഓരോ നിമിഷവും മറ്റുള്ളവരുടെ ദുഃഖ ദുരിതങ്ങളിൽ അവരെ എങ്ങനെ സഹായിക്കാനാകും എന്നായിരിക്കട്ടെ നമ്മുടെ ചിന്ത. സ്വന്തം ദുഃഖത്തിൻ്റെ ഇടയിലും മറ്റുള്ളവരുടെ ദുഃഖശമനത്തിന് ശ്രമിച്ചാൽ നമ്മുടെ ദുഃഖത്തിന് താനേ ശമനം ഉണ്ടാകും. ആനിയുടെ കഥ അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. എന്നെ ഇത്രയും നേരം കേട്ടിരുന്നതിന് ഒത്തിരി സ്നേഹം, ഏറെ നന്ദി. യുവർ സോൾമേറ്റ് ആൻഡോ മൈക്കിൾ.